അടൂർ ഗോപാലകൃഷ്ണനെതിരായ പരാതിയിൽ മൊഴിയെടുക്കാൻ പോലീസ്. അടൂരിന്റെയും പരാതിക്കാരനായ ദിനു വേലിന്റെയും മൊഴിയാണ് രേഖപ്പെടുത്തുക. കോൺക്ലേവിനിടെ പ്രതിഷേധം ഉന്നയിച്ച ഗായിക പുഷ്പവതിയുടെ മൊഴിയും എടുക്കും. സുപ്രധാനമായ നീക്കത്തിനാണ് ഇപ്പോൾ പോലീസ് കിടക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എന്താണ് ഇക്കാര്യത്തിൽ പോലീസിന്റെ നീക്കം? ഏറെ വിമർശന വിധേയമായതാണ് അടൂരിന്റെ നടപടികൾ. ഇതിൽ നിയമ നടപടികൾ സ്വാഭാവികമാണ്. ദിനു വേലിന്റെ പരാതിയിലാണ് തുടർ നീക്കങ്ങൾ ഉണ്ടാവുന്നത്. എന്താണ് പോലീസിന്റെ നീക്കം? സജിത്ത്, ദളിത് ആക്ടിവിസ്റ്റ് ദിനു വേൽ നൽകിയ പരാതിയിലാണ് മ്യൂസിയം പോലീസ് പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കേസ് എടുക്കണമോ എന്ന കാര്യം വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും പോലീസ് തീരുമാനിക്കുക. അതായത് സ്ത്രീ വിരുദ്ധതയും അതോടൊപ്പം ജാതി അധിക്ഷേപവുമാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ പരസ്യ പ്രതികരണത്തിലൂടെ ഉണ്ടായത് എന്നാണ് ദിനു വേൽ നൽകിയിരിക്കുന്ന പരാതിയിലെ പ്രധാനപ്പെട്ട പരാമർശം. ഇതേ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ അടൂർ ഗോപാലകൃഷ്ണന്റെയും അതോടൊപ്പം പരാതിക്കാരനായ ദിനു വേലിന്റെയും മൊഴിയെടുക്കാനുള്ള മ്യൂസിയം പോലീസിന്റെ തീരുമാനം. വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടും. നിയമോപദേശം തേടിയതിനു ശേഷമായിരിക്കും വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമോ എന്ന കാര്യത്തിൽ മ്യൂസിയം പോലീസ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അടൂരിനെതിരെ വ്യാപകമായ വിമർശനം ദളിത് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഈ സിനിമാ കോൺക്ലേവിന്റെ സമാപന വേദിയിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഈ വേദിയിൽ തന്നെ ഇതിനെതിരെ പ്രതികരിച്ച സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സുപ്രധാനമായ നീക്കമാണ്. എന്തായാലും ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്നതാണ്. ഇതിൽ അടൂർ ഗോപാലകൃഷ്ണത്തിന്റെയും ഒപ്പം തന്നെ ഇതിൽ പ്രതിഷേധമുയർത്തിയ മറ്റുള്ളവരുടെയും മൊഴിയെടുക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഒരു കാര്യം കൂടി, ഈ അടൂരിന് അനുകൂലമായും സംസാരിച്ച നിരവധി ആളുകളുണ്ട്. ഈ വിഷയത്തിൽ പട്ടികജാതി നിയമത്തിന്റെ ലംഘനം അല്ലെങ്കിൽ അടൂരിന്റെ പരാമർശം അതിനുമേൽ കടന്നുകയറ്റമുണ്ടായി എന്നടക്കമുള്ള പരാതിയിലെ ആക്ഷേപമുണ്ടല്ലോ. സ്വാഭാവികമായും ആ വകുപ്പുകൾ പോലീസ് ചുമത്തിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ അത് ഈ മൊഴിയെടുപ്പിന് ശേഷമേ ഉണ്ടാകുകയുള്ളൂ? കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നൊരു ഘട്ടം എത്തിയാൽ മാത്രമേ SC/ST അട്രോസിറ്റീസ് ആക്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വകുപ്പുകൾ ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. നിലവിൽ പെറ്റീഷൻ എൻക്വയറി എന്ന പ്രാഥമികമായ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് മാത്രമാണ് പോലീസ് കടന്നിരിക്കുന്നത്. അങ്ങനെ വിശദമായി നടത്തുന്ന അന്വേഷണത്തിൽ ഇവരുടെ മൊഴിയെടുക്കുന്ന ആദ്യഘട്ടം പൂർത്തിയാക്കും. അവിടെ അടൂരും അതോടൊപ്പം പരാതിക്കാരനായ ദിനു വേലും നൽകുന്ന മൊഴികൾക്ക് പുറമെ വേദിയിൽ പ്രതിഷേധം ഉന്നയിച്ച ആളുകളുടെ മൊഴിയും മ്യൂസിയം പോലീസ് രേഖപ്പെടുത്തും. തുടർന്ന് കൃത്യമായി നിയമോപദേശം തേടി അതിൽ കേസെടുക്കാമെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അത്തരം തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് അറിയുന്നത്. അങ്ങനെ കേസെടുക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ SC/ST അട്രോസിറ്റീസ് ആക്ട് ഉൾപ്പെടെ ചുമത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ. നിലവിൽ ആ ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. സ്വാഭാവികമായി ഇത്തരം പരാതികൾ വരുമ്പോൾ ഉണ്ടാകുന്ന പെറ്റീഷൻ എൻക്വയറിയാണ് ഇപ്പോൾ മ്യൂസിയം പോലീസിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിരിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും പോലീസ് അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവരുടെ മൊഴിയെടുത്തുകൊണ്ടായിരിക്കും പോലീസിന്റെ നീക്കം.